എടാ ഉണ്ണിക്കുട്ട വേഷ കഴിച്ചില്ലേ? ഇനി അല്പം വ്യായാമം വേണ്ടേ? എന്റെ മാമ വ്യായാമം ഒന്നും വേണ്ട. പിന്നെ വ്യായാമം വേണം. ഒന്നാമത് കഴിച്ചാ ഞാൻ ക്ഷീണിച്ചിരിക്കണു. കഴിഞ്ഞാ വ്യായാമം വേണം കേട്ടാ. അതിന് നമുക്കൊരു കളി കളിക്കാം, ഏറുപന്ത് കളി. നല്ല പഷ്ട് വ്യായാമം. പിന്നെന്ത്? അതെ, നമ്മൾ മാത്രം കളിച്ചാ പോരാ, പിള്ളേരെയും കൂടെ വിളി. അത് കറക്റ്റ് ആണ്. അവള് വിളി വിളി. ചിന്നു ചേട്ടത്തി, നീ വിളിയടേ. അവര് വരെയൊന്നുമില്ല. ആര് പറഞ്ഞു വരൂല? ഇങ്ങോട്ട് ഇറങ്ങി വാ പിള്ളേരെ. അച്ഛൻ വിളിക്കണേ. പിന്നെ പായസം കൂടെ തരാം. പായസം ഒരു വ്യായാമം കളി. നിങ്ങളെല്ലാരും കളിക്ക്. ഞാൻ അതും അവിടെ ചെന്നിരിക്കും. പൊളിക്കും. നീ ഇല്ലാതെ എന്തൊരു കളി? നീ ഇവിടെ നിൽക്ക്. നീ ഇല്ലാതെ കളി ഇല്ല. അതെ, നമുക്കൊരു കളി കളിക്കാം. വേഷാഹാരമൊക്കെ കഴിച്ചില്ലേ? ഇനി അല്പം വ്യായാമം വേണ്ടേ? ഏറുപന്തുകൾ. എല്ലാരും ഒന്ന് ഓടണം, ഓടി വ്യായാമം ചെയ്യണം. ഇപ്പോഴല്ല, കളി തുടങ്ങിയിട്ട് ഓടിയാ മതി. അപ്പൊ ഞാൻ ഈ ബാൾ ഇങ്ങനെ ഉയർത്തിയിടും. ഇത് തറയിൽ വന്ന് വീഴുന്ന ഞാൻ എടുത്തെറിയും. വീണില്ലെങ്കിൽ അറിയില്ല, പേടിക്കണ്ട. അപ്പൊ ഞാനേ എറിയുള്ളേ, വേറെ ആരും ബാൾ എടുക്കരുത്. വേറെ ആരും ബാൾ എടുക്കരുത്. അത് നല്ല കളി. മക്കളെ ഓടരുത്, ഓടരുത്. പാവം, നിനക്കത് ആവശ്യമായിരുന്നു. അയ്യോ എന്റെ അച്ഛനെ എറിഞ്ഞു കൊന്നേ. എനിക്കിനി വയ്യ. അയ്യോ എന്റെ അച്ഛനെ എറിഞ്ഞു കൊന്നേ. അയ്യോ ഓടിയോ. ഞാൻ വിട്ടു. ഓടിക്കും. അയ്യേ, അപ്പോനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മക്കളെ. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ നടുവിലിട്ടാണ് ഒരെണ്ണം കിട്ടിയത്. എന്റെ ദൈവമേ, എന്തുവായിരുന്നു അപ്പോ? പന്ത് മുകളിലോട്ട് എറിയുന്നു, താഴോട്ട് വരുന്നു, അതെടുത്ത് അങ്ങേര് തന്നെ എറിയുന്നു. ഓപ്പോ, അവളുടെ മോഹം കാണുമായിരുന്നു എന്റെ അമ്മേ. അമ്മയാണെങ്കി ഉരുണ്ടടിച്ച് വീണ്. മക്കളെ, എന്റെ കൂട്ടുകാരനായി പോയില്ലേ, എന്തൊരു പറയായി. എന്തൊരു പറയാ, ഓരോരുത്തരെ വിളിച്ച് വീട്ടിൽ കേട്ടിട്ട് എന്തൊരു പറയാനെന്ന് പറഞ്ഞോണ്ടിരിക്കും. മക്കളെ, അവൻ ചില്ലറക്കാരനൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് പറയണ്ട. മനസ്സിലായി. അതല്ലെന്ന്, അവൻ ഭയങ്കര കോടീശ്വരനായിട്ട് ജീവിച്ചവനാണ്. അവന് ലോറി, കാറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പം പറഞ്ഞുകൊണ്ടിടക്കണെന്നറിയാമോ, ആര് കൂടോത്രം ചെയ്താണ് അവൻ നശിച്ചു പോയത്. ഇപ്പോഴും കൂടോത്രം എന്ന് കേൾക്കുമ്പോ അവന് ഭയങ്കര പേടിയാണ്. പിന്നെ കൂടോത്രം ഇക്കാലത്ത് അറിയുന്നത് വിശ്വസിക്കും. അവൻ വിശ്വസിക്കും മക്കളെ. മനുഷ്യന്റെ കൈയും കാലും പോയെന്ന് പറഞ്ഞാൽ മതി. ഉണ്ണി, എന്താടേ നിനക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞു? ഒരു ഏറി ഉണ്ട് തളർന്നോയ. നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങോട്ടെ. ഞാൻ എന്റെ കൊച്ചിട്ട് നോക്കട്ടെ, എന്ത് പറ്റിയടാ? എവിടെ വേദന? ഇവിടെ തന്നെ നോക്കട്ടെ. കുഴപ്പമില്ലടാ, പോവണ്ടേ? അപ്പൊ ഹാർട്ട് വായിക്കൂടെ വരും. വായിക്കൂടെ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നെഞ്ചില് പൾസുണ്ട്, നോക്കട്ടെ. കഷ്ടം, ഇത്രയൊക്കെ ഉള്ളാട് നീ. എന്റെ കൂട്ടുകാരനെന്ന് പറയുന്നത് ഒരു ഏറി ഉണ്ടപ്പോ താമസില്ലേ? വയസ്സായില്ലേ? എനിക്ക് വയസ്സായില്ലേ? ഞാൻ തന്നെ പയർ പോലെ കിടന്നില്ലേ? കഷ്ടം പറയിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ട്. ഫോണ് കളിച്ചോണ്ടിരിക്കണേ. ഞാൻ ഗൂഗിളിൽ വല്ല ഐഡിയ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്തോ ഐഡിയ? ഹൗ ടു ഗെറ്റ് റൈഡ് ഓഫ് അൺവാണ്ടഡ് വിസിറ്റേഴ്സ്. പൊന്നു തമ്പുരാനെ, എന്റെ അങ്കിളെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലാണ്ടൊന്ന് ചിന്തിര്. എനിക്കൊന്നും ചിന്തിക്കാനൊന്നും വയ്യടി, എനിക്ക് ആ വയ്യ. അങ്ങനെ പറയല്ലേ അങ്കിളെ. അത്തായം കഴിച്ചിട്ട് നോക്ക്, എന്നെ 10 റൗണ്ടാണ് ഈ വീടിന് ചുറ്റും ഒട്ടിച്ചത്. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
നിനക്ക് ഭ്രാന്തിന്റെ അസുഖം വല്ലതും ഉണ്ടോടി? നിന്റെ മുമ്പിൽ കിടന്നല്ലേ ഞാനും ഓടിയത്. ഓ ശരിയാണ്, അതുപോലും കണ്ട എനിക്ക് ഓർമ്മയില്ല. ആ അവസ്ഥയിലായി ഞാൻ. നോക്ക് എണീര്, എണീ. എന്തിനിപ്പൊ എണീക്കണത്? അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറ അങ്കിളെ, ഒന്ന് പറ എന്തെങ്കിലും ഒന്ന്. എന്റെ മിണ്ടാട്ടമൊക്കെ തീർന്നടി. ഇതേപോലത്തെ ഒരു കാലം വീട്ടിൽ നീ അങ്ങനെ പോയിട്ടേ ഞാൻ മിണ്ടു. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? നിങ്ങള് ഒരു മുട്ട എടുത്തോണ്ടാ. ഒറ്റ തൊഴിഞ്ഞടിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ വയ്യായിരിക്കണം. അപ്പോഴാണല്ലോ മുട്ട വാട്ടി കുടിക്കാൻ പോണത്. നിനക്ക് മുട്ടയല്ലേ ഞാൻ കൊണ്ടുവരാം. മുട്ട വാട്ടി കുടിക്കല്ലെന്ന്, പിന്നെ കൂടോത്രം ചെയ്യാൻ. കൂടുതലും ചെയ്യുന്നേ? ഓ ആർക്ക്? അങ്ങേരക്ക് കൂടോത്രം ഭയങ്കര പേടിയാണെന്ന് അപ്പു പറഞ്ഞു. തൊള്ള കറക്റ്റ് കാര്യമാണ്, എനിക്കറിയാം. ഇതെന്താ നീ നേരത്തെ പറയാത്തത്? എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ മുട്ട പേടിയ അറിയായിരുന്നു. കൂടോത്രം കേട്ടാ ഇങ്ങനെ പറക്കൂടെ. നിങ്ങൾക്ക് നേരത്തെ ഞാൻ മറന്നുപോയി. മനുഷ്യന് ഇത്ര കുഴപ്പിച്ച പോലെ ഞാൻ എടുത്തോണ്ടിരും. നല്ല നല്ല ഐഡിയകളൊക്കെ മുട്ട എടുക്കാൻ ഇത് ഫോണെന്തിന്? ഫോണിൽ ബാലൻസ് ചെയ്താണ് മുട്ട കൊണ്ടുവരണം. ദൈവമേ സക്സസ് ആവണേ. ചിന്നു ചിന്നു ഒരു മുട്ട ഉണ്ടോ? ചേട്ടത്തി എവിടെ? മുട്ട വേണോ ചേട്ടത്തി വേണോ? ഇപ്പം വേണ്ടത് മുട്ടയാണ്. എന്തിനു മുട്ട? മറ്റേ കാലമാണ ഇല്ലേ മാമൻ, അങ്ങനെ ഓട്ടിക്ക് ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൂടോത്രം മൊട്ടം ബാഡിയാണെന്ന്. കൂടോത്രം ഒന്നും എല്ലാം പറഞ്ഞാൽ ബാല് പൊയ്ക്കൊണ്ട് ഓടുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നന്നായിട്ടാ. ചേട്ടത്തിട്ട് ഓടിച്ചിട്ട് വയ്യാതായിരിക്കുവാണ്. തന്നെ കിടന്ന? ആ നീ കിടക്കുന്നില്ലേ? ഞാൻ പോണ്. ആ എന്നാ ശരി.